എന്തുകൊണ്ടാണ് ആളുകൾ മദ്യം ഉപയോഗിക്കുന്നത്? മദ്യം മനുഷ്യൻ്റെ തലച്ചോറിനെ മരവിപ്പിച്ച് അവനെ ബുദ്ധിഹീനനാക്കുകയാണെങ്കിൽ പിന്നെ അവൻ കുടിക്കുന്നത് എന്തിനാണ്? മദ്യം വാഹനത്തിൻ്റെ ഡ്രൈവറെ നിയന്ത്രണരഹിതനാക്കുന്നു എങ്കിൽ, അത് മരണത്തിലേക്ക് അവനെ ആനയിക്കുന്നു എങ്കിൽ എന്തിനാണ് അവൻ മദ്യം കഴിക്കുന്നത്? മദ്യപന്മാർ പറഞ്ഞ ചില മറുപടികൾ ഞാനിവിടെ പങ്കുവയ്ക്കട്ടെ. ഒരാൾ ഇപ്രകാരമാണ് പറഞ്ഞത്: പ്രസക്തി, മദ്യപിക്കുന്നില്ല എങ്കിൽ സമൂഹത്തിൽ പ്രസിദ്ധനാകുവാൻ ഒക്കത്തില്ല എന്നാണ് അയാളുടെ അഭിപ്രായം. മറ്റൊരാൾ പറഞ്ഞത്: മറ്റുള്ളവരോട് ഏകീഭവിക്കുക, എല്ലാവരും മദ്യപിക്കുന്നു എങ്കിൽ എന്തുകൊണ്ട് എനിക്കും മദ്യപിച്ചുകൂടാ? വേറൊരാൾ ഇപ്രകാരമാണ് പറഞ്ഞത്: അധികാര ചിന്ത, നിങ്ങൾ എന്തു ചെയ്യുവാൻ താല്പര്യപ്പെടുന്നുവോ അതിനുള്ള കരുത്തും ശക്തിയും മദ്യം പ്രദാനം ചെയ്യുന്നു എന്ന് പറയുകയുണ്ടായി. വേറൊരു അഭിപ്രായം ഇപ്രകാരമാണ്: സൗഹൃദത്തിൻ്റെ പ്രതീകമായി കുടിക്കാതിരിക്കുന്നത് സുഹൃത്ബന്ധത്തിന് വിരോധമായതും മര്യാദയില്ലാത്തതുമായ സ്വഭാവമാണ്, അതുകൊണ്ടാണ് താൻ മദ്യപിക്കുന്നത് എന്ന്. വേറൊരാളുടെ അഭിപ്രായം ഇപ്രകാരമാണ്: പുരുഷത്വത്തിൻ്റെ പ്രദർശനമാണ്, കൗമാരക്കാർ എത്തിപ്പിടിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന മേഖലയാണ് ഇത്. വേറൊരാൾ പറഞ്ഞത് പ്രശ്നങ്ങളിൽ നിന്നും രക്ഷ നേടുവാനുള്ള ഒരു മാർഗമാണ്, ലജ്ജയെ അതിജീവിക്കുവാനും ഇത് സഹായിക്കുമെന്ന് അയാൾ പറയുകയുണ്ടായി. വേറൊരു അഭിപ്രായം പുതിയ ബന്ധങ്ങൾക്ക് മദ്യപാനം വഴി തെളിക്കുന്നു എന്നാണ്. തങ്ങളുടെ സാധാരണ ജീവിതത്തിൽ മടുത്തു പോയതുകൊണ്ട് അവർ പുതിയ ബന്ധങ്ങളിലേക്കും പുതിയ മേഖലകളിലേക്കും എത്തിപ്പിടിക്കുവാൻ കഴിയുന്ന ഒരു മാർഗമായി മദ്യപാനത്തെ കാണുന്നുണ്ട്. വേറൊരു അഭിപ്രായം ഇപ്രകാരമാണ്: ഏകാന്തത, അന്യദേശത്ത് താമസിക്കുന്നത് കൊണ്ട് ഏകാന്തത അകറ്റുവാനും വിനോദത്തിനുമായി മദ്യലഹരിയിൽ ആകുന്നു. ചിലരുടെ അഭിപ്രായം ഇപ്രകാരമാണ്: ആത്മവിശ്വാസം ഉണ്ടാകുന്നതിന് മദ്യം ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ എനിക്കിഷ്ടം പോലെ ജീവിക്കുവാൻ അവകാശമുള്ളതുകൊണ്ട് എനിക്ക് ആവശ്യമെന്ന് വച്ചാൽ എനിക്ക് മദ്യപിക്കാമെന്ന് ഒരാൾ അഭിപ്രായപ്പെടുകയുണ്ടായി. മദ്യാസക്തിയെപ്പറ്റി ബൈബിൾ എന്താണ് പറയുന്നത്? സദൃശവാക്യങ്ങൾ 20-ാം അധ്യായം 1-ാം വാക്യം: വീഞ്ഞ് പരിഹാസിയും മദ്യം കലഹക്കാരനുമാകുന്നു, അതിനാൽ ചാഞ്ചാടി നടക്കുന്ന ആരും ജ്ഞാനി ആകുകയില്ല. ദൈവത്തിൻ്റെ വിലയിരുത്തലിൽ മൂഢന്മാരത്രേ മദ്യം കഴിക്കുന്നത്. സദൃശവാക്യം 23-ാം അധ്യായം 29 മുതൽ 35 വാക്യം പഠിക്കുമ്പോൾ മദ്യം ഉപയോഗിക്കരുതെന്ന് ശലോമോൻ തൻ്റെ മകനെ പ്രബോധിപ്പിക്കുന്നു. വീഞ്ഞു ചുമന്ന് പാത്രത്തിൽ തിളങ്ങുന്നതും രസമായി ഇറങ്ങുന്നതും നീ നോക്കരുത്. ഉൽപ്പത്തി 9:21 മദ്യത്തെപ്പറ്റിയുള്ള പ്രഥമ ബൈബിൾ പ്രസ്താവനയാണിത്. നോഹ വീഞ്ഞ് കുടിച്ച് മദ്യനായി കാണുന്നു. തന്നിമിത്തം അവൻ്റെ പുത്രനായ ഹാമിനും സന്തതി പരമ്പകൾക്കും വന്നനുഭവിച്ച സർവനാശം ഓർക്കണം. യെശയ്യാവ് 28:7 മദ്യം പുരോഹിതന്മാർ കഴിക്കുന്നതിനെ അപലപിക്കുന്നു. അവർ ദർശനത്തിൽ പിഴച്ച് ന്യായവിധിയിൽ തെറ്റിപ്പോക്കുവാൻ തന്നിമിത്തം ഇടയാകും. ഹോശയ്യ 4:11 പരസംഗവും വീഞ്ഞും പുതിയ വീഞ്ഞും ബുദ്ധിയെ കെടുത്തിക്കളയുന്നു. മദ്യവും അസന്മാർഗീയതയും ഒന്നിച്ചു പോകുന്ന സംഗതി ആണ്. 1 കൊരിന്ത്യർ 6:10 ദുർനടപ്പുകാർ, വ്യഭിചാരികൾ, സ്വയംഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപാന്മാർ എന്നിവർ ആരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഗലാത്യർ 5:21 ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയാത്തവരുടെ ഒരു പട്ടിക പറയുന്നു. അസൂയ, മദ്യപാനം, വെറിക്കൊത്ത് തുടങ്ങിയവ പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ആത്മനിയന്ത്രണത്തിൽ വിശ്വസിക്കുന്നവരാണ് പല ക്രിസ്ത്യാനികളും. പരിമിതമായി മദ്യപാനീയങ്ങൾ ഉപയോഗിക്കണമെന്നാണ് അവർ ശഠിക്കുന്നത്. അമിതമായ മദ്യപാനത്തെ അവർ നഖശിഖാന്തം എതിർക്കുകയും ചെയ്യുന്നു. എന്നാൽ ഒരു സത്യവിശ്വാസിക്ക് ഇതിലുള്ള നിലപാട് എന്താണ്? ഇന്ദ്രിയ നിയന്ത്രണം പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സമ്പൂർണ്ണ വർജനമാണ് തിരുവെഴുത്ത് നിർദ്ദേശിക്കുന്നത്.
അതിനായി നമ്മളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.